അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങൾക്കിടയിൽ പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടുക. തവസ്സുൽ എന്ന ഒരു പേരിലാണ് പൊതുവെ അത് പ്രചരിപ്പിക്കപ്പെടാറുള്ളത്. മഹാന്മാരുടെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബർക്കത്ത് കൊണ്ട് റബ്ബിനോട് തേടിയാൽ ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണ് എന്ന് സമൂഹം വിശ്വസിക്കുന്നു. എന്താ സഹോദരങ്ങളെ ഹക്കും ജാഹും ബർക്കത്തും? ഹക്കെന്നാൽ അവകാശമെന്നാണ്. അപ്പോൾ ഒരു മഹാൻ്റെ ഹക്ക് കൊണ്ട് ഞാൻ തേടുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം അള്ളാഹുവെ ഈ മഹാനുള്ള അവകാശം വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നുവെന്നാണ്. സഹോദരൻ, ആർക്കാണ് അങ്ങനെ ഒരു ഹക്കുള്ളത്? അള്ളാഹിൻ്റെ മുമ്പിൽ ചെന്ന് ചോദിക്കാൻ മാത്രം, അവിടുന്ന് ചോദിച്ച് വാങ്ങാൻ മാത്രമുള്ള ഒരു അവകാശം ആർക്കുണ്ട്? അങ്ങനെ ഒരു ഹക്കില്ലല്ലോ. അള്ളാഹു സ്വയം ഏറ്റെടുത്ത ചില ഹക്കുണ്ടെന്നല്ലാതെ അള്ളാഹിനോട് ചോദിച്ചാൽ തരാതിരിക്കാൻ മാത്രം, തട്ടിപ്പോകാതിരിക്കാൻ മാത്രമുള്ള അവകാശം ആർക്കുണ്ട്? അബൂ ഹനീഫ റഹിമഹുല്ലാഹ് പറഞ്ഞു, വഅക്റഹു അൻ യഖൂല ദാഇ ബിഹഖി ഫുലാൻ, ഇന്ന ആളുടെ ഹക്ക് കൊണ്ട് എന്ന് പറഞ്ഞ് ഒരാൾ പ്രാർത്ഥിക്കുന്നത് എനിക്കിഷ്ടമില്ല. കാരണം എന്താ? ലിഅന്നഹു ലാ ഹഖ്ക ലിഅഹദിൻ, ഒരാൾക്കും തന്നെ റബ്ബിൻ്റെ അടുക്കൽ അങ്ങനെ ഒരു ഹക്ക്, ഒരു അവകാശമില്ല. രണ്ടാമത് പറയുക ജാഹ് എന്നാണ്. ജാഹിന് സ്ഥാനം എന്നാണ് അർത്ഥം. സ്ഥാനം പലർക്കും ഉണ്ടാവാം, പലർക്കും പല സ്ഥാനങ്ങളുണ്ടാവാം. പക്ഷേ ഒരാൾക്ക് റബ്ബിനടുക്ക് സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാൾ സ്ഥാനം കൊണ്ട് നമ്മുടെ കാര്യം നേടണമെന്നാണോ? അത് ന്യായമല്ലല്ലോ. ഒരാൾക്ക് സ്ഥാനമുണ്ടെങ്കിൽ അയാൾക്ക് ലാഭം, ഒരാൾക്ക് സ്ഥാനമില്ലെങ്കിൽ അയാൾക്ക് നഷ്ടം. അതല്ലാതെ പടച്ചോനെ മുഹീദ്ദീൻ ശൈഖിന് ജാഹ് കൊണ്ട് എന്ന് പറയുമ്പോൾ മുഹീദ്ദീൻ ശൈഖ് ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് ഒരുപാട് സ്ഥാനമുള്ളവരാണ് റബ്ബേ, അതിനാൽ എൻ്റെ ദോഷം പൊറുക്കണേ എന്ന് പറഞ്ഞാൽ എന്തു ന്യായമുണ്ട്? മുഹീദ്ദീൻ ശൈഖിന് സ്ഥാനമുണ്ടെങ്കിൽ മുഹീദ്ദീൻ ശൈഖിന് ലാഭം, അബൂബക്കർ സിദ്ദീഖിന് സ്ഥാനമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ലാഭം, ഇമാം ബുഖാരിക്ക് സ്ഥാനമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ലാഭം, നമുക്ക് സ്ഥാനമുണ്ടെങ്കിൽ നമുക്ക് ലാഭം. അബ്ബേ, അവരൊക്കെ സ്ഥാനം നേടിയത് ഇബാദത്ത് കൊണ്ടാണ്. ഞാനും ഇതാ സ്ഥാനം നേടാൻ ആഗ്രഹിക്കുന്നു, നീ എനിക്ക് സ്ഥാനം നൽകണേ എന്ന് പ്രാർത്ഥിക്കാമെന്നല്ലാതെ അയാളുടെ ജാഹ് കൊണ്ട് ഞാൻ ചോദിക്കുന്നു എൻ്റെ പ്രശ്നം പരിഹരിക്കണേ, എൻ്റെ ദോഷം പൊറുക്കണേ, എനിക്ക് സ്വർഗം നൽകണേ, എൻ്റെ കടം വീട്ടണേ, ഇത് ന്യായമല്ല. പ്രവാചകർ പഠിപ്പിച്ചില്ല, സ്വഹാബിമാർ പ്രാവർത്തികമാക്കിയില്ല. മൂന്നാമത് ബറക്കത്താണ്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച നന്മ എന്നാണ് അർത്ഥം. സിയാദത്തും ഫിൽ ഖൈർ, ഖൈറിലുള്ള വർദ്ധനവ്, അതാണ് ബറക്കത്ത്. ഇപ്പം വെള്ളം, അതിപ്പോൾ സംസം വെള്ളം, സാധാരണ വെള്ളത്തിൽ കുറേ ഖൈറുണ്ട്, എന്നാൽ സാധാരണ വെള്ളത്തിൽ ഇല്ലാത്ത കുറേ ഖൈറുകൾ സംസമിലുണ്ട്. നമ്മൾ പറയും സംസം ബറക്കത്തുള്ള വെള്ളമാണ്, അഥവാ പച്ചവെള്ളത്തിൽ ഉള്ളതിനേക്കാൾ ഒരുപാട് ഖൈറുകൾ സംസം വെള്ളത്തിലുണ്ട്. അതൊരു ബറക്കത്താണ്. വിശുദ്ധ ഖുർആൻ ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. കിതാബ് മുബാറക്, മുബാറക്കായ കിതാബാണ്. മറ്റു കിതാബുകൾക്കില്ലാത്ത ധാരാളം നന്മകൾ ഖുർആൻ എന്ന കിതാബിലുണ്ട്. കഅബ ബറക്കത്താണ്. ഇന്ന അവ്വല ബൈത്തിൻ ബുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറക, മക്കയിലുള്ള കഅബയാകുന്ന മുബാറക്കായ ഗേഹം, കഅബയ്ക്ക് ബറക്കത്തുണ്ട്. ആട് ബറക്കത്താണ്, മഴ ബറക്കത്താണ്. അള്ളാഹ് പറഞ്ഞു ആകാശത്തിൽ നിന്ന് മുബാറക്കായ വെള്ളം ഇറക്കി. ഒന്നിൽ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നിൽ അള്ളാഹു നിശ്ചയിച്ചതിനേക്കാൾ ഏറെ ഖൈറുകൾ മറ്റൊന്നിൽ നിശ്ചയിച്ചുവെന്നാണ്. ഇപ്പം രണ്ടാളുകൾ ഒരേ സമയത്ത് ഒരേ കച്ചവടം ആരംഭിച്ചു. ഒരാൾ കച്ചവടത്തിൽ കാര്യമായി ഒന്നും നേടാൻ കഴിഞ്ഞില്ല. രണ്ടാമന് കച്ചവടം ഒന്നാകെ നല്ല ലാഭം കിട്ടി, അയാൾ വലിയ അഭിവൃദ്ധിയിലേക്ക് എത്തി. നമ്മൾ പറയും അള്ളാഹ് അയാൾക്ക് ബറക്കത്ത് നൽകി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആളുടെ കച്ചവടത്തിൽ കിട്ടാത്ത കുറേ നന്മകൾ രണ്ടാമത്തെ ആളുടെ കച്ചവടത്തിൽ അള്ളാഹു നൽകിയെന്നർത്ഥം. എന്നാൽ പഠിച്ചവനെ ഇയാളെ ബർക്കത്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തർത്ഥമുണ്ട്? അയാൾക്ക് റബ്ബ് കുറേ ഖൈറുകൾ നൽകി, അതുകൊണ്ടല്ല എൻ്റെ ദോഷം പൊറുക്കണേ എന്ന് പറഞ്ഞാലോ എന്തർത്ഥമുണ്ട്? അതുകൊണ്ട് അള്ളാഹു റസൂലോ പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ ഒരൊറ്റ പ്രാർത്ഥനയിൽ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തേട്ടം കാണാൻ കഴിയില്ല. എവിടെങ്കിലും ആരെങ്കിലും വലുതുമായി വരുന്നുവെങ്കിൽ അവയെല്ലാം ദുർബലങ്ങളോ നിർമ്മിലങ്ങളോ ആയ കഥകളാണ് താനും. നിത്യജീവിതത്തിൽ രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നൂറുകണക്കായ പ്രാർത്ഥനകൾ, ജീവിതത്തിലെ ഓരോ ഘട്ടത്തിൽ നിർവഹിക്കാൻ പഠിപ്പിക്കപ്പെട്ട ആയിരക്കണക്കായ പ്രാർത്ഥനകൾ,
ഖുർആനിൽ വന്ന നൂറുകണക്കായ ദുആകൾ, ഹദീസിൽ വന്ന ആയിരക്കണക്കായ പ്രാർത്ഥനകൾ, ഈ പ്രാർത്ഥനയിൽ ഒരൊറ്റ പ്രാർത്ഥനയിൽ ഹക്ക് ജാഹ് ബർക്കത്തുള്ള തേട്ടമില്ല. പഠിച്ചവരെ ബദരീങ്ങളെ ഹക്ക് കൊണ്ട് എന്നോ, ഉഹുദീങ്ങളെ ഹക്ക് കൊണ്ട് എന്നോ, ഹുനൈനീങ്ങളെ ഹക്ക് കൊണ്ട് എന്നോ, നബിയുടെ ഹക്ക് കൊണ്ട് എന്നോ, സ്വഹാബത്തിന് ഹക്ക് കൊണ്ട് എന്നോ, അവരുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് എന്നോ ഉള്ള ശൈലിയിൽ ഒരൊറ്റ തേട്ടം പ്രമാണങ്ങൾ പഠിപ്പിച്ചില്ല. ഉണ്ടെന്ന് വാദിച്ചുകൊണ്ട് പലരും പലതുമായി വരുന്നുവെങ്കിൽ അവയൊക്കെയും ഒന്നുകിൽ നിർമ്മിതങ്ങളായവ, അതല്ലെങ്കിൽ ദുർബലങ്ങളായവ, സ്ഥിരപ്പെടാത്ത കഥകൾ എന്നല്ലാതെ അള്ളാഹു റസൂൽ പഠിപ്പിച്ച ഒന്നിലും അതില്ല. അതുകൊണ്ട് ആ ശൈലിയെ ഇസ്ലാം പഠിപ്പിച്ചില്ല. ഹക്കജാഹ് ബർക്കത്ത് കൊണ്ട് തേടുക, ഒരു മഹാൻ്റെ ഹക്കജാഹ് കൊണ്ട് തേടുക എന്ന ശൈലിയെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അത് ബിദ്അത്താണ്, പിൽക്കാലത്ത് കടന്നു വന്ന തെറ്റായ തവസ്സുലിൻ്റെ രീതിയാണ്. ഒരു പക്ഷേ അത് ശിർക്കിലേക്കും കുഫ്റിലേക്കും വരെ എത്തിക്കാൻ പോലും ഇടയായേക്കാമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുമുണ്ട്. കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളാൻ, പഠിക്കാൻ സന്നദ്ധമാവുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.